ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ യാത്ര ഡൽഹി നഗരത്തിൻ്റെ കാഴ്ചകളിലേക്കാണ്. ഡൽഹി നമ്മുടെ രാജ്യ തലസ്ഥാനം എന്നതിലുപരി ഒരുപാട് ചരിത്ര സ്മാരകങ്ങൾ സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലം കൂടെയാണ്. ഏതൊരു ഇന്ത്യക്കാരനും തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിൻ്റെ മുൻപന്തിയിൽ തന്നെ ഉള്ളൊരു സ്ഥലം കൂടെയാണ് ദില്ലി. ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരുപാട് ചരിത്ര നിർമ്മിതികൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടെയാണ് ഇവിടെ. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര രാജ്ഘട്ടിലേക്കാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന ഇവിടെയാണ്. ഇത് രാജ്ഘട്ടിൻ്റെ എൻട്രൻസ് ആണ്. രാജ്ഘട്ട് ഗാന്ധി സമാധി ഉണ്ടോ? ഇവിടുത്തെ ഒരു പ്രത്യേകത വളരെ ശാന്തസുന്ദരമായ ഒരു പ്രദേശമാണ്. പ്രഭാതത്തിലൊക്കെ ഇതിലൂടെ സഞ്ചരിച്ചാൽ മനസ്സിന് വളരെ ശാന്തി ലഭിക്കുന്നൊരു സ്ഥലം കൂടെയാണ്. അത്ര സുന്ദരവും ശാന്തവുമാണ് ഈ സ്ഥലം. തിരികെടാത്തൊരു വിളക്ക് എപ്പോഴും മഹാത്മാഗാന്ധിയുടെ സ്മൃതി മണ്ഡപത്തിൽ ഉണ്ട്. ഏത് രാഷ്ട്രത്തലവന്മാർ വന്നാലും ഇവിടെ ഒരു പുഷ്പചക്രം അർപ്പിച്ചിട്ട് മാത്രമേ കടന്നു പോകാറുള്ളൂ. എനിക്ക് ഡൽഹിയിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പെടുന്ന ഒന്ന് തന്നെയാണ് ഈ രാജ്ഘട്ട്. ഇങ്ങനെ യമുന നദിയുടെ തീരത്തുള്ള ഈ സ്ഥലത്ത് വളരെ നമുക്ക് ശാന്തമായി ഇരിക്കാനും നടന്നു പോകാനൊക്കെ വളരെ സന്തോഷം നൽകുന്നൊരു സ്ഥലം കൂടെയാണ്. തീർച്ചയായും നിങ്ങൾ ഡൽഹിക്കൊരു ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കാണേണ്ട സ്ഥലങ്ങളുടെ ആദ്യം തന്നെ എഴുതി ചേർക്കേണ്ട സ്ഥലങ്ങളിലൊന്നാണ് രാജ്ഘട്ട്. രാജ്ഘട്ടിൻ്റെ നിശബ്ദത നമ്മെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. മഹാത്മാഗാന്ധി ഇന്നിവിടെ ഇല്ലെങ്കിലും അദ്ദേഹം പ്രചരിപ്പിച്ച സത്യം, അഹിംസ, മനുഷ്യത്വം ഇതൊക്കെ നമ്മളിലൂടെ ഇനിയും ലോകത്തിലേക്ക് പകരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.